നമുക്കിന്നൊരു കണ്ണനയിൽ കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ള മസാലകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഒരു മാങ്ങ പിടിച്ച് അതിൻ്റെ പകുതി എടുത്ത് പെരയുടെ മണ്ടയ്ക്കൊരു മൂട് പൊടി ഉണ്ടായിരുന്നു, അതിലൊരു ഉണ്ടമുളക് കിട്ടി. ഇപ്പോൾ കടുക് വറുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ഇടാം. പഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് തക്കാളിക്ക് ഭയങ്കര ടേസ്റ്റും കിട്ടും, ഒരു പഞ്ഞിയും കിട്ടും. അത് വെള്ളം വെച്ചിട്ട് എണ്ണ വെച്ചിട്ടില്ല കേട്ടോ. അത് വാങ്ങിയിട്ടേക്ക് നമുക്ക് ആ ഉണ്ടമുളക് ചേർത്തെടുക്കാതെ കുഞ്ഞു ഉണ്ടമുളക് ഞങ്ങളുടെ മണ്ടയ്ക്ക് പൊടിയിലുണ്ടോ നോക്കാൻ പോയപ്പോൾ മാങ്ങയും കിട്ടി, ഒരു ഉണ്ടമുളക് കിട്ടി. മാങ്ങ പകുതിയെടുത്താൽ പകുതി വെച്ചിട്ട് ഉണ്ട് ഞവ്വാനടിച്ച് പോയാൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് അവിടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. 2-3 ദിവസം വെച്ചാൽ ചീത്തയാകത്തില്ല. ഇത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയും ഉള്ളിയും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും ഉള്ളിയുടെ അരച്ചൊഴിച്ചത് അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ട്. ആ ഗ്രേവി തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പകുതി മാങ്ങ ഞാൻ എടുത്തോളൂ. ഉള്ളിയുടെ അരച്ചൊഴിച്ചത് അതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ട്. ആ ഗ്രേവി തിളച്ചതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പകുതി മാങ്ങ ഞാൻ എടുത്തോളൂ. അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കണ്ണനയിൽ കറി റെഡി. ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. കുഞ്ഞു കൂട്ടാൻ ഇവിടെ ചൂണ്ടിട്ടിട്ട് ഒരു വരാലിനെ കിട്ടി, എനിക്ക് വേണമെന്ന് വെച്ചിട്ട് വന്നേക്കുക. അതുപോലെ പൈസ കൊടുക്കണം. കടന്നൊരു വരാല കറി വയ്ക്കുന്നതിന് ഇടയ്ക്കൂടെ ഒരാൾ വന്നതാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, പിള്ളേരുടെ ടീമുകൾ മൊത്തമുള്ള ചൂണ്ടയിടിയില്ല. മിക്കവാറും ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആ മോൻ ഓടിക്കൊണ്ടുവന്നിട്ട് അമ്മ എനിക്ക് പൈസ തരാമോ, മീൻ അമ്മ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നതാണ്. ഞാൻ പൈസയും കൊടുത്ത് വിട്ട് വീണ്ടും ചൂണ്ടയിടാൻ പോയേക്കുവാന്മാർ.